ഹായ് കൂട്ടുകാരെ, ഇന്ന് പറയാൻ പോകുന്ന കഥ കുറച്ച് പഴയതാണ്. അന്ന് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയം വീട്ടിലെല്ലാവരും ടൗണിൽ സിനിമ കാണാൻ പോകാൻ തീരുമാനിച്ചു. എല്ലാവരും എന്ന് പറയുമ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ട്. അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ അച്ഛമ്മ, മുത്തച്ഛൻ, മൂത്തമ്മ, അവരുടെ മക്കൾ, അങ്ങനെ ഒരു പട തന്നെ ഉണ്ട്. ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. 6 മണിക്കത്തെ ഷോയ്ക്ക് പോകാനായിരുന്നു പ്ലാൻ. ഞാനും ഓക്കെ പറഞ്ഞു. അപ്പോഴാണ് ഫ്രണ്ടിന്റെ വിളി വന്നത്. നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്. മലര് മലര് എല്ലായാലും എന്നും എനിക്ക് ഇങ്ങനെയാണ്. വരണം എന്ന് പറയുന്നത് അടുത്തോടെ പോയിട്ടില്ല. ഏതായാലും ഞാൻ രാവിലെ ക്ലാസ്സിന് പോയി. വൈകിട്ട് നേരത്തെ വന്നാൽ പോകാമെന്നൊക്കെ കണക്കാക്കിയാണ് പോയത്. എന്നാൽ അതും നടന്നില്ല. ഞാൻ വരാൻ ലേറ്റാകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഫുഡ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും വരുന്ന വഴി കഴിച്ചിട്ടേ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടും അടിപൊളി. മൂഞ്ചി വീട്ടിലെത്തിയപ്പോൾ ആരുമില്ല. പതിവ് പോലെ ഞാൻ ജനാൽ തുറന്നു താക്കോലെടുത്ത് വീട് തുറന്നു. എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? വീട് പൂട്ടി താക്കോൽ വീട്ടിൽ തന്നെ വെച്ചങ്ങ് പോകും. ചായ കുടിച്ചു ഇനി എന്ത് മാങ്ങാണ്ടിയാണ് ചെയ്യുക എന്ന് ആലോചിച്ചു. കട്ടൻ നോക്കി കിടക്കുമ്പോൾ കോളിംഗ് ബെൽ അടിച്ച് ഡോർ തുറന്നപ്പോൾ ശ്രുതി ചേച്ചി. അതാരാന്നല്ലേ? ഒരു 6 മാസമായി മൂപ്പത്തി ഞങ്ങളുടെ കുടുംബത്തിലെത്തിയിട്ട്. അതായത് എൻ്റെ കസിൻ കിരണേട്ടൻ്റെ വൈഫ്. കിരണേട്ടൻ ഗൾഫിലാണ്. മുത്തച്ഛൻ അവിടെ ബിസിനസ്സാണ്. ഇപ്പോൾ നാട്ടിൽ വന്നു. ഗൾഫിലെ ബിസിനസ് കിരണേട്ടനാണ് നോക്കി നടത്തുന്നത്. എന്താ ശ്രുതി ചേച്ചി, കിരണേട്ടൻ അപ്രൂവൽ തന്നില്ലേ? ഞാനൊരു പരിഹാസമട്ടിൽ ചോദിച്ചു. ഇല്ലടാ എന്നും പറഞ്ഞ് മൂപ്പത്തി വീട്ടിലേക്ക് കയറി. ഞങ്ങളെല്ലാം ഒരു ഫാമിലി പോലെയാ. ഫുഡ്, ഉറക്കം, കുളി, അതൊക്കെ ഏത് വീട്ടിലായാലും ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. പറയാൻ മറന്നു, ശ്രുതി ആളൊരു എബോവ് ആവറേജ് പീസാണ്. ഏതൊരാളും നോക്കി നിന്ന് പോകും. അത്യാവശ്യം നല്ല മുടിയും ഒക്കെ ഉണ്ട്. 24 വയസ്സ്. MBA കാരിയാണ്. അതിന്റെ ജാട കുറച്ചുണ്ട്. എന്തേലും ഡൗട്ടൊക്കെ ചോദിച്ചാൽ ആ പുള്ളിക്കാരി പറഞ്ഞു തരും. ശ്രുതി ചേച്ചി സോഫയിലിരുന്നു. ഒരു ടീഷർട്ടാണ് വേഷം. പലാസോ പാൻ്റാണ് ഡ്രസ്സ്. ഞാനാണെങ്കിൽ ഒരു വള്ളി ട്രൗസർ മാത്രം. ഉള്ളിലൊന്നും ഇല്ലെന്ന് തോന്നുന്നേ. ഞാൻ ചുഴ്ന്നു നോക്കുന്നു. ചേച്ചിക്ക് മനസ്സിലായി. എന്നാലും ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ വീട്ടിലെ ഫോൺ ബെല്ലടിച്ചു. എടുത്തപ്പോൾ കിരണേട്ടൻ. ഹലോ കിരണേട്ടാ. എടാ, നീ അവൾക്ക് ഫോൺ കൊടുത്തേ? ഞാൻ ചേച്ചിക്ക് ഫോൺ കൊടുത്തു. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ എന്തോന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അവർ വരുന്നവരെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു തന്നു. ആഹാ, അതിനെന്താ ചേച്ചി, ഇവിടെ ഇരുന്നു. എനിക്കും ഒരു കമ്പനി ആകുമല്ലോ. അങ്ങനെ ഞങ്ങൾ മിണ്ടിയിരുന്ന ഇടയ്ക്ക് ചേച്ചിക്ക് ദാഹിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി വെള്ളം എടുത്തു വന്നപ്പോൾ ചേച്ചീനെ കാണുന്നില്ല. അപ്പൊ മോളിലെ എൻ്റെ റൂമിൽ നിന്ന് ചേച്ചി വിളിച്ചു. എടാ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, പണി പാളിയല്ലോ. ചേച്ചി എൻ്റെ റൂമിൽ കയറിയാൽ പണി പാളും. ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷക്കീല ചേച്ചിയുടെ കിന്നാരത്തുമ്പിൽ CD എടുത്ത് പുറത്ത് വെച്ചിരുന്നു. ഞാൻ വെള്ളവും എടുത്തുകൊണ്ട് റൂം ലക്ഷ്യമാക്കി ഓടി റൂമിലെത്തി. ഔ, പൊക്കി. ഞാൻ കരുതിയ പോലെ ചേച്ചി CD എടുത്തു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ചോദിച്ചു, എന്താടാ ഇത്? എൻ്റെ കിളി പോയ പോലെ തോന്നി. ചേച്ചി, അത് ഞാൻ കാലിൽ പിടിച്ചു. ആരോടും പറയല്ലേ എന്ന് പറഞ്ഞു. ഒടുക്കം ചേച്ചി കുറച്ചയഞ്ഞു. ഓ, ഓക്കെ, ഞാൻ ആരോടും പറയില്ല. ഇത് ആരും അറിയുകയും വേണ്ട. നീ ഒരു കാര്യം ചെയ്യേ. ഏതായാലും ഇത് ഇട്. ഇവിടെ ആരും ഇല്ലല്ലോ. നമുക്ക് കാണാം. എൻ്റെ കിളിയൊക്കെ പറന്ന പോലെ തോന്നി. ഒരു തരിപ്പ്. ഞാൻ കമ്പ്യൂട്ടർ ഓണാക്കി പടം വിട്ടു. ഞാനും കാണാത്ത മൂവി ആയതുകൊണ്ട് എനിക്കും ആവേശമായി. ചേച്ചി ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു. തൊട്ടടുത്തൊരു ചെയർ ഇട്ടിട്ട് ഞാനും ഇരുന്നു. എൻ്റെ ഉള്ളിൽ നെഞ്ചിടിപ്പ് കൂടി കൂടി വന്നു. എൻ്റെ നെഞ്ചിടിപ്പ് പുറത്ത് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി. ചുറ്റും നിശബ്ദത തളം കെട്ടി. മുറിയിൽ ഞാനും ചേച്ചിയും മാത്രം. സ്ക്രീനിൽ കിന്നാരത്തുമ്പികൾ ടൈറ്റിൽ എഴുതി കാണിച്ചു. ഞാൻ ഇടം കണ്ണിട്ട് ചേച്ചിനെ നോക്കി. ചേച്ചി ആവേശത്തിൽ അതിലേക്ക് നോക്കിയിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പടത്തിലെ മെയിൻ ആയിട്ടുള്ള സീനുകൾ വന്നു തുടങ്ങി. ഈ സമയം ചേച്ചി അത്ഭുതത്തോടെ കണ്ണിമ വെട്ടാതെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി. കെട്ടിയൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇതുപോലെയുള്ള മൂവി കണ്ടിട്ട് ആശ്വാസം കണ്ടെത്തുന്നുണ്ടാകും എന്ന് അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു. ഒന്ന് മുട്ടി നോക്കിയാലോ? സലിം കുമാർ പറഞ്ഞ പോലെ ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ? ഞാനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് പതിയെ പതിഞ്ഞ ശബ്ദത്തിൽ ശ്രുതി ചേച്ചി എന്ന് അവരുടെ അടുത്ത ചെവിയിൽ പറഞ്ഞു. അവർ കണ്ണെടുക്കാതെ എന്താണ് എന്ന് മറുപടിയായി പറഞ്ഞു. അതെ, നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാലോ? അവളിൽ നിന്നും ഒരു മൂളൽ മാത്രമേ ഉണ്ടായുള്ളൂ. പെട്ടെന്ന് അവൾ ഞെട്ടിത്തിരിഞ്ഞ് എന്നെ നോക്കി. സിനിമയിലെ സീനിന്റെ ഹാങ് ഓവറിൽ നിന്ന് അപ്പോഴാണ് ശ്രുതിബോധോദയം വന്നത്. ഒന്ന് പോടെ ചെക്ക, ഇതൊക്കെ ആരേലും അറിഞ്ഞാലുണ്ടല്ലോ. എടുത്ത പാടെ മറുപടിയായി ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ പറ്റിയ കാര്യമാണ് ചേച്ചി. എടാ വേണ്ടടാ, എനിക്ക് നല്ല പേടിയുണ്ട്. ചേട്ടൻ്റെ ഫാമിലി അറിഞ്ഞ് മരിക്കുന്നതാ നല്ലത്. ഇല്ല ചേച്ചി, ഞാൻ സത്യം ചെയ്യാം. ആരും അറിയില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ. അവരെല്ലാം സിനിമയ്ക്ക് പോയിരിക്കുകയല്ലേ. എടാ പൊട്ട, സിനിമ ഏതാണ്ട് കഴിഞ്ഞതാണ്. പെട്ടെന്ന് കോളിംഗ് ബെൽ കേട്ടിട്ട് ശ്രുതി പറഞ്ഞു.
പറഞ്ഞു തീർന്നില്ല, കണ്ടില്ലേ പുറത്ത് ആരോ വന്നു നിൽപ്പുണ്ട്, നീ പോയി ഡോർ തുറക്കുക, അപ്പോഴേക്കും ഞാൻ ഈ CD ഒളിപ്പിച്ചു വെക്കാം. അവൻ ബെല്ലടിച്ചു ആളെ മനസ്സിൽ ശപിച്ചുകൊണ്ട് ഡോർ തുറന്നു നോക്കുമ്പോൾ വീട്ടിൽ പേപ്പർ ഇടുന്ന ചേട്ടനാണ്. പുള്ളി പേപ്പറിന്റെ കാശ് മേടിക്കാൻ വന്നതായിരുന്നു. ഞാൻ ദേഷ്യം കൊണ്ട് വാതിൽ കൊട്ടി അടച്ചിട്ട് ഉള്ളിൽ പോയി. അപ്പോഴേക്കും പത്രക്കാരനെ കണ്ടപ്പോൾ ശ്രുതി ചേച്ചി പൈസ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. എന്നിട്ട് അവർ നേരെ വന്നത് എൻ്റെ മുറിയിലേക്കാണ്. എടാ, നിനക്ക് എന്നോട് ദേഷ്യമാണോ? അവൾ കൊഞ്ചിക്കൊണ്ട് എന്നോട് ചോദിച്ചു. എനിക്ക് ആരോടും ദേഷ്യമില്ലടാ പൊട്ടൻ കുണാപ്പി, നിന്റെ ആഗ്രഹം നിറവേറ്റി തരാം, ശ്രുതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും ഉണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. സമയവും സന്ദർഭവും നോക്കി വേണം. അപ്പൊ തന്നെ കണ്ടില്ലേ, ഇതേപോലെ ആരെങ്കിലും വരും. അല്ലാതെ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ വരുന്ന ശനിയാഴ്ച രാത്രി പഠിക്കാൻ കുറേയുണ്ട്. ശ്രുതി ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നിൽക്കാൻ വായോ. അപ്പൊ ചേച്ചി അവിടെ ആരും ഉണ്ടാകില്ലേ? ഉണ്ടാകും. അവർ മരുന്ന് കഴിച്ച് നേരത്തെ കിടന്നുറങ്ങും. അടുക്കളക്കാരി അവരുടെ ആരുടെയോ കല്യാണമുണ്ട്, 2 ദിവസം ലീവ് വേണമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. പിന്നെ നമ്മുടെ തേരോട്ടമാകും. പിന്നെ നീ വരുമ്പോൾ നമ്മൾ ഇന്ന് കണ്ട സിനിമയുടെ CD എടുക്കാൻ മറക്കേണ്ട. എനിക്ക് അത് ഫുൾ മൂവി കാണണം. അപ്പോഴേക്കും സിനിമയ്ക്ക് പോയവർ വന്നു. വീടിന്റെ ഗേറ്റിന് മുന്നിൽ കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടിട്ട് ശ്രുതി ഓടിപ്പോയി താഴെ സോഫയിലിരുന്നു. അന്ന് രാത്രി കിടക്കാൻ നേരം കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ശ്രുതി ചേച്ചിയുമായി സിനിമ കണ്ടതും ചേച്ചി ശനിയാഴ്ച വീട്ടിലേക്ക് ക്ഷണിച്ചതും എല്ലാം കൂടെ ഓർത്തപ്പോൾ മനസ്സിൽ ആരോ പറഞ്ഞു, വാരി വിതറിയ അനുഭൂതിയായിരുന്നു. സിനിമയ്ക്ക് പോയിരുന്നെങ്കിൽ നിനക്ക് ഉണ്ടാകുമായിരുന്നില്ല. എല്ലാം നല്ലതിനെന്ന് മനസ്സിൽ ആലോചിച്ച് എങ്ങനെയോ ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി. നേരം വെളുത്തതറിഞ്ഞ് അമ്മ ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, ഇന്നാണ് ആ സുന്ദരമായ ദിവസം. അതെ, ശനിയാഴ്ച ശ്രുതി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ട ദിവസം. മനസ്സിൽ പല പല ചിന്തകൾ ഓടി നടന്നു. എന്ത് പടമാണോ അറിയില്ല. എത്രയങ്ങ് തള്ളി നീക്കിയിട്ടും സമയം അങ്ങോട്ട് കടന്നു പോകുന്നില്ല. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടി. എങ്ങനെയെങ്കിലും ഒന്ന് സന്ധ്യ മയങ്ങിയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പ്ലാൻ. ഉച്ചതിരിഞ്ഞ് ശ്രുതി ചേച്ചി എന്നും വരാറുള്ള പോലെ അന്നും വന്നു. പക്ഷേ ഇന്നെന്തോ അവർ എന്നത്തെക്കാളും അതിസുന്ദരിയായിരിക്കുന്നു. അവരുടെ ഓരോ നോട്ടവും സംസാരവും എനിക്ക് എന്തോ പറയേണ്ടത് എന്നറിയാത്ത പോലെ. പെട്ടെന്ന് ആരും കാണാതെ അവർ ഓടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഡാ, വരുമ്പോൾ നീ മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഈ ഗുളിക വാങ്ങിക്കണം. പിന്നെ വാങ്ങിക്കുമ്പോൾ ടൗണിൽ പോയി വാങ്ങിച്ചാൽ മതി. അതും പറഞ്ഞു അവർ കയ്യിൽ ചുരുട്ടിയൊരു കടലാസ് എന്റെ തന്നു. ആരും അറിയണ്ട, ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ തടി തപ്പും. പിന്നെ കുടുങ്ങുന്ന നീയാണ്. ചേച്ചി പറഞ്ഞ കാര്യത്തിന്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായി. ഇത് സേഫ്റ്റി പർപ്പസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നേരെ ടൗണിലേക്ക് വെച്ച് പിടിച്ചു. മുഖത്തൊരു മാസ്കും ഉണ്ട്, അതും സേഫ്റ്റിക്ക് തന്നെയാണ്. മെഡിക്കൽ ഷോപ്പിൽ എടുത്തു കൊടുക്കാൻ നിന്നിരുന്ന ഒരു ചേച്ചിയുടെ കയ്യിലാണ് ഞാൻ ശ്രുതി ചേച്ചി തന്ന സ്ലിപ്പ് കൊടുത്തത്. അവർ അതിലെ മരുന്ന് വായിച്ച ശേഷം മരുന്നെടുക്കാൻ അകത്തോട്ട് പോയി. ഞാൻ ആ സമയം ചുറ്റുമൊന്ന് കണ്ണോടിക്കുകയായിരുന്നു. അകത്തു നിന്നും മരുന്ന് കൊണ്ടുവന്ന് പൊതി എന്റെ കയ്യിൽ തരുമ്പോൾ അവരുടെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെ കടയിൽ പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. ഒരു കുളി പാസാക്കി ബുക്കും എടുത്തുകൊണ്ട് ശ്രുതി ചേച്ചിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഞാൻ വീടിന് മുന്നിലെത്തി കാളിംഗ് ബെല്ലിൽ അടിച്ച് ചേച്ചി വാതിൽ തുറന്നു. വാടാ, കയറിയിരിക്കെ, ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ അവിടെ പരിചയമില്ലാത്ത ഒരു മുഖം കണ്ട ചേച്ചിയുടെ അതേ പ്രായം തന്നെയാണ്. ഞാൻ അവരെ നോക്കി ചിരിച്ചു. അവൾ എനിക്ക് ഒരു ഭക്ഷണം ചെയ്ത് സമ്മാനിച്ചു. എടാ, നീ ഇരിക്കെ, ഞാൻ പോയി പെട്ടെന്ന് വരാം. റൂമിലേക്ക് പോകാൻ നിന്ന ചേച്ചിയോട് സ്വകാര്യമായി പറഞ്ഞു. ചേച്ചി ഇത് ആരാ? ചേച്ചിയല്ലേ പറഞ്ഞു ഇവിടെ ആരുമില്ല എന്നൊക്കെ. എടാ മോനെ, ഇത് എന്റെ കൂട്ടുകാരി മായ, ഇവളും കൂടെ കൂടുന്നുണ്ട് നമ്മുടെ ഒപ്പം. എന്റെ മനസ്സിൽ ലഡുകുട്ടി. അതും പറഞ്ഞുകൊണ്ട് ചേച്ചി അകത്തോട്ടേക്ക് പോയി. മായ എന്നെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എന്താടാ എന്നെ കൂട്ടല്ലേ നിങ്ങളുടെ കൂടെ?